കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Let me bring warm greetings from Marthoma Sunday School Samajam, its president, Dr. Matthews Mar Makarios Episcopa Trimeni, the managing committee members and Samajam family members. Marthoma Sunday School Samajam celebrating its 120th year of ministry among children. മാർത്തമാ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ദ്വിതീയ വജ്ര ജൂബിലി വർഷത്തിലാണ് നാം വീണ്ടും അഖില ലോക സൺഡേ സ്കൂൾ ദിനം ആഘോഷിക്കുന്നത്. 120 വർഷം സൺഡേ സ്കൂൾ സമാജത്തെ ദൈവം നടത്തി. അനേകരുടെ നിസ്വാർത്ഥമായ ശുശ്രൂഷകൾ കൊണ്ടാണ് സൺഡേ സ്കൂൾ സമാജം വളർന്നത്. എന്നാൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് സംഗതമായ ശുശ്രൂഷകൾ സാധ്യമാകണമെങ്കിൽ നാം ഇനിയും ഒരുമിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. Dear friends, we have come to yet another World Sunday School Day, a day that reminds us of the vision and sacrificial labor of Robert Race, the pioneer of the Sunday School movement. It is also a day to rejoice in the life and ministry of our Sunday schools, where faith is nurtured, values are shaped, and children are led to the love of Christ. Above all, it is a day of celebration with our children, the precious gifts of God and the hope of church today and tomorrow. നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മുടെ ഏവങ്കേലിയൻ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സെന്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് ബിഗിനിങ് ഫ്രം 9. ഇവിടെ ഒരു ബാലകനുണ്ട്. അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് ഇതെന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവിൻ, യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളവും കൊടുത്തു. മലയാള ഭാഷയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമാണ് ബാബു അബ്രഹാമിൻ്റെ കമ്പിളികണ്ഡത്തെ കൽഭരണികൾ. സാധ്യതകളോ നന്മകളോ വിജയങ്ങളോ പ്രതീക്ഷകളോ ഇല്ലാതിരുന്ന കമ്പിളികണ്ഡം എന്ന മലയോര ഗ്രാമത്തിൽ വക്കുപൊട്ടി ഉപേക്ഷിക്കപ്പെട്ടു കിടക്കുമായിരുന്ന കൽഭരണികളെ തുടച്ച് വൃത്തിയാക്കി വെള്ളമൊഴിച്ചു വെച്ച ഒരമ്മയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് കമ്പിളികണ്ഡത്തെ കൽഭരണികൾ എന്ന പുസ്തകം. ഈ പുസ്തകം നമ്മെ ഈ കാലത്തിലും വെല്ലുവിളിക്കുന്നത് അനന്തമായ സാധ്യതകളുള്ള ബാല്യത്തെ നാം ഗൗരവമായി കാണുന്നുണ്ടോ എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ യേശു കർത്താവിൽ ജീവിക്കുന്ന വചനത്തിൽ വളരുന്ന തലമുറയാക്കുക എന്നതാണ് നമ്മളുടെ ദൗത്യം. അവഗണിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ചൂഷണത്തിന് വിധേയരാകപ്പെടുന്നവർ, സമൂഹത്തിൻ്റെ കാരുണ്യത്തിന് ധാർമ്മികമായി അർഹതയുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ് നാം വീണ്ടും അഖില ലോക സൺഡേ സ്കൂൾ ദിനം ആഘോഷിക്കുന്നത്. ഫീഡിങ് ദ 5000, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം നമുക്ക് വളരെ സുപരിചിതമായ അത്ഭുതമാണ്. യേശു കർത്താവ് തിബിരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയപ്പോൾ തന്നെ പിന്തുടർന്ന അവൻ്റെ വചനം കേട്ട രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 5 അപ്പം 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതമാണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം. നമുക്ക് ചില കാര്യങ്ങൾ വേദഭാഗത്തു നിന്ന് പഠിക്കാം. 1, ബാലകനിലൂടെ നിറവേറ്റപ്പെട്ട അത്ഭുതത്തിൻ്റെ സാധ്യത. The possibility of a miracle fulfilled through the child. Nancy Tillman, in her beautiful book, Crown on Your Head, reminds us that every child carries an invisible crown of worth, dignity, and divine purpose. From the moment a child is born, Tillman writes, "You are the one and only ever you." Her message echoes a powerful biblical truth that each child is wonderfully made in the image of God, cherished not for what they do, but for who they are. അപ്പമാണോ
ബാലകനാണോ സാധ്യത? വിശക്കുന്നവന് മുമ്പിൽ അപ്പം തന്നെയാണ് സാധ്യത. അപ്പമാണ് വിശക്കുന്നതിന് മുമ്പിൽ വേണ്ടത്. എന്നാൽ നാം നശിച്ചു പോകുന്ന അപ്പത്തെ അന്വേഷിച്ച് നടക്കേണ്ടവരല്ല എന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന അപ്പത്തേക്കാൾ നിത്യമായ ജീവൻ നൽകുന്ന നിത്യ അപ്പത്തെ അന്വേഷിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അപ്പം പങ്കിടാൻ തയ്യാറായ, നശിച്ചു പോകാൻ സാധ്യതയുള്ള ക്ഷണികമായ അപ്പത്തെ ലക്ഷ്യം വെക്കുന്നതിനേക്കാൾ വലിയത് നമുക്ക് ചുറ്റുമുള്ള അനന്തമായ സാധ്യതകളുള്ള ബാലകനെ നോക്കുക. അവൻ സാധ്യതയുടെ പ്രതീകമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അത്ഭുതം നിറവേറ്റുന്നത് അനന്തമായ സാധ്യതകളുടെ പ്രതീകമായ ഈ ബാലകനിലൂടെയാണ്, അവൻ്റെ സമർപ്പണത്തിലൂടെയാണ്. പഴയ യഹൂദ ഗ്രീക്കോ റോമൻ കാലത്ത് കുട്ടികൾക്ക് ഒരു തരത്തിലും സാമൂഹികമായി വിലയുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നില്ല. അവരെ ബലഹീനതരായിട്ടും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നവരായിട്ടും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രിതരായി ജീവിക്കുന്നവരായിട്ടുമാണ് കണക്കാക്കിയിരുന്നത്. കുഞ്ഞുങ്ങളുടെ ശബ്ദം ആരും കേട്ടിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നില്ല. ചിൽഡ്രൻ വെർ നോട്ട് അറ്റ് ഓൾ കൗണ്ടഡ്. ഇന്നത്തെ ലോകത്തും ഇതേ യാഥാർത്ഥ്യമാണ് നാം കാണുന്നത്. പലപ്പോഴും കുഞ്ഞുങ്ങളെ നാം അവഗണിക്കുന്നു. അവരുടെ ആകാംക്ഷയും വിശ്വാസവും നാം പലപ്പോഴും ചെറുതായി കാണുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ധാരാളം വെല്ലുവിളികളെ ഈ കാലഘട്ടത്തിൽ നേരിടുന്നുണ്ട്. അവരുടെ ഉള്ളിലെ സാധ്യതകളെ കാണുവാൻ നമ്മൾക്ക് സാധിക്കണം. വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ അവർക്ക് പ്രചോദനം നൽകണം, അവരെ ശക്തിപ്പെടുത്തണം. നെറ്റ്ഫ്ലിക്സ് സീരീസായ അഡോളസൻസ് വളരെ പോപ്പുലറായ നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. ഒരു യാഥാർത്ഥ്യം ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് അഡോളസൻസ് എന്ന ഈ ഷോയിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കൗമാരപ്രായത്തിൽ ക്രിമിനലായി തീർന്ന ഒരു ബാലൻ്റെ ദുരന്തം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ബാലൻ്റെ ദുരന്തം, അവനൊരു മർഡറായെങ്കിൽ അത് അവൻ്റെ തെറ്റുകൾ മാത്രമല്ല, അവൻ്റെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ചുറ്റുപാടിൻ്റെ പരാജയം കൂടെ ആകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ആ ചിൽഡ്രൻ ടു ബി ക്രിമിനൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകൾ, സമൂഹം. ഇനിയും തിരുത്തേണ്ട മേഖലകൾ ധാരാളമാണ് എന്ന് നമ്മൾ കണ്ടെത്താം. കുഞ്ഞുങ്ങൾ വളരുന്ന ചുറ്റുപാടുകൾ അവരുടെ സാധ്യതകളെ വളർത്തുവാൻ പാകത്തിനുള്ളതായിരിക്കണം. ഈ തലമുറയെ നാം AI ഡ്രിവൺ ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. അമിതമായ ടെക്നോളജി ഉപയോഗം, മീഡിയ, നവമാധ്യമങ്ങൾ എന്നിവയുടെ ഉപയോഗം, വ്യത്യസ്ത ലഹരികൾ, ദൈവവിശ്വാസമില്ലായ്മ, വിശ്വാസം പ്രകടിപ്പിക്കുവാനുള്ള വിമുഖത, വിശ്വാസത്തോട് തന്നെയുള്ള വിരോധം, കുഞ്ഞുങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അകന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ലോകമെമ്പാടും കുഞ്ഞുങ്ങളുടെ മധ്യേ നമുക്ക് കാണാൻ സാധിക്കും. ചൂഷണത്തിന് വിധേയരായിത്തീരുന്നവർ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ. എന്നാൽ ഓരോ കുഞ്ഞിലും സാധ്യതകളുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. സൺഡേ സ്കൂൾ പഠനം യേശു കർത്താവിൽ വളരുവാനുള്ള വലിയ അവസരമാണ്. വചനം പഠിക്കുവാനുള്ള അവസരമാണ്. യേശു കർത്താവിൽ വളരുന്ന കുട്ടികൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന അനന്തമായ സാധ്യതകളുടെ പ്രതീകമാണ്. 2, സമൂഹത്തിൽ അന്ത്രയോസ്മാരുടെ ആവശ്യം. ദ നീഡ് ഫോർ ആൻഡ്രൂസ് ഇൻ സൊസൈറ്റി. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമൂഹത്തിൽ അന്ത്രയോസ്മാരെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. യേശുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസ് പ്രതിസന്ധിയിൽ നിസ്സഹായ അവസ്ഥ യേശുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അന്ത്രയോസ് തൻ്റെ മുമ്പിലുണ്ടായിരുന്ന സാധ്യതയെ കണ്ടെത്താൻ ശ്രമിച്ചു. സഭയും സമൂഹവും സൺഡേ സ്കൂൾ അധ്യാപകരും മാതാപിതാക്കളും അന്ത്രയോസ്മാരാകുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ അത്ഭുതത്തെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ കുഞ്ഞുങ്ങൾ ചെറുതല്ല. അവരുടെ വിശ്വാസം, ത്യാഗം, പങ്കുവയ്ക്കുവാനുള്ള മനസ്സ് എല്ലാം ദൈവഹസ്തങ്ങളിൽ മഹത്വമായി മാറുന്നു. കുഞ്ഞുങ്ങൾ നാളത്തെ സഭയോ സമൂഹവുമല്ല, അവർ ഇന്നിൻ്റെ സാധ്യതകളും അത്ഭുതങ്ങളുമാണ് എന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. 3, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവം.
ദ ഗോഡ് ഹു ഇൻക്രീസസ് ദ ഫെയ്ത്ത്. ബാലകൻ്റെ 5 അപ്പം 2 മീൻ മനുഷ്യൻ്റെ കണക്ക് പ്രകാരം അല്പമാണ്. എന്നാൽ യേശുവിൻ്റെ കയ്യിൽ അത് മതിയാവുകയും ചെയ്തു. അത് അധികമായി ശേഷിക്കുകയും ചെയ്തു. കർത്താവ് വർദ്ധിച്ചപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം മാത്രമല്ല, ലെഫ്റ്റ് ഓവർ വരെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്നും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, പാട്ട്, അവർ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകൾ, സേവനങ്ങൾ, അവർ പഠിക്കുന്ന വചനം, അതെല്ലാം വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഒരു നവസമൂഹം, ദൈവരാജ്യ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട നവസമൂഹം പിറക്കുന്നത് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂളുകളിലൂടെയാണ്. 4. ചെറിയ തുടക്കങ്ങൾ, വലിയ ഫലങ്ങൾ. സ്മോൾ ബിഗിനിങ്സ്, ബിഗ് റിസൾട്ട്സ്. ദൈവം പലപ്പോഴും ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ബാലൻ്റെ സാധാരണ പ്രാർത്ഥന, ദൈവവചനാനുസരണം, ഒരധ്യാപകൻ്റെ സ്നേഹപൂർവമായ വാക്ക്, ഇതൊക്കെ ദൈവരാജ്യത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഒരു ബാലൻ്റെ കൈകളിലുണ്ടായിരുന്നത് കുറവായിരുന്നു, പക്ഷേ യേശുവിൻ്റെ കൈകൾ അത് മതിയായവയായിരുന്നു. സൺഡേ സ്കൂൾ വെറും പഠന സ്ഥലം മാത്രമല്ല, ദൈവവചനം പഠിക്കുന്ന ഇടം മാത്രമല്ല, ആരാധിക്കുന്ന ഇടം മാത്രമല്ല, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ജനിക്കുന്ന സ്ഥലമാണ്. കുട്ടികളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിത്ത് നട്ടാൽ ദൈവം അതിനെ വളർത്തും. ഇന്ന് നാം ചെയ്യുന്ന വിശ്വാസ നിക്ഷേപം നാളെയുടെ സഭയെ തീർക്കും. അത് നാളെയുടെ നിക്ഷേപം മാത്രമല്ല, ഇന്നിൻ്റെ സഭയെ നിർമ്മിക്കുന്നതും കൂടെയാണ്. അതിനാൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു. അവരിൽ നിന്നും നീ അത്ഭുതങ്ങളെ ജനിപ്പിക്കണമേ. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.